നമസ്കാരം. ചരിത്രം ഇതിനു മുൻപ് സാക്ഷ്യം വഹിക്കാത്ത വിധം തൃശൂർ ശക്തൻ നഗറിൽ മാലാഖമാരുടെ മഹാപ്രളയം. 10 ദിവസത്തെ പ്ലാനിങ്ങിൽ 10,000-ഓളം നഴ്സുമാരെ അണിനിരത്തി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ അവകാശ പ്രഖ്യാപന കൺവെൻഷൻ കേരളത്തിലെ രാഷ്ട്രീയ മതസംഘടനകളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രി മുതലാളിമാരുടെ കൊള്ളലാഭത്തിന് നടുവിൽ തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുക്കുന്ന നഴ്സുമാർ ഇനി തെരുവിലിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതോടെ പിണറായി സർക്കാരും പ്രതിരോധത്തിലായി. അതിനിടെ ബി.ജെ.പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ തേടിയ സമ്മേളനത്തിൽ UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം 40,000 രൂപ ശമ്പളം നടപ്പിലാക്കുമെന്ന് KC വേണുഗോപാൽ ഓൺലൈനായി വാഗ്ദാനവും നൽകി. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാലാഖമാരുടെ വോട്ടിനു വേണ്ടി വേതന വിഷയം ചർച്ചയാകും. അതിനു മുമ്പ് സർക്കാർ ആവശ്യം അംഗീകരിക്കുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. ആരോഗ്യ സംവിധാനങ്ങളെ തളർത്താതെയായിരുന്നു ഈ സമ്മേളനം. രോഗികൾക്ക് ചികിത്സാ നിഷേധം ഇല്ലെന്ന് ഉറപ്പാക്കിയുള്ള മാലാഖമാരുടെ ഒത്തുചേരൽ. തൃശൂരിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ 10,000 കസേരകൾ ഇട്ടിട്ടും തിങ്ങി നിറഞ്ഞ നഴ്സുമാർ വെറും കാഴ്ചക്കാരല്ല, തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഉറച്ചെത്തിയ പോരാളികളാണെന്ന് തെളിയിച്ചു. പങ്കെടുത്തവരിൽ 90% 3 വർഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയ പുതിയ തലമുറയിലെ പെൺകുട്ടികളായിരുന്നു. ആശുപത്രി പ്രവർത്തനം സ്തംഭിക്കാതെ, അതുപോലെ ഷെഡ്യൂൾ കൃത്യമായി പാലിച്ച് 1/3 പേർ ജോലിയിൽ തുടർന്നപ്പോഴും ശേഷിച്ചവർ തൃശൂരിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. 2018 നിശ്ചയിച്ച 20,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം 8 വർഷമായിട്ടും പരിഷ്കരിക്കാത്തതാണ് പ്രധാന പ്രതിഷേധം. ഇത് 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. ജനുവരി 28-ന് ശമ്പള വർധനവ് പ്രഖ്യാപിക്കുമെന്ന് ഉത്തരവിട്ടെങ്കിലും 1 മാസമായിട്ടും നടപടിയുണ്ടായില്ല. ഇതിനിടെ പഴയ ശമ്പളത്തിന്റെ ശതമാനം കണക്കാക്കി നഴ്സുമാരെ പറ്റിക്കാനുള്ള നീക്കത്തെയും സംഘടന ശക്തമായി തന്നെ എതിർക്കുന്നു. സർക്കാരിനെതിരെ നടന്ന ഈ വൻ പടയൊരുക്കത്തിൽ ഉദ്ഘാടകനായി എത്തിയത് മന്ത്രി K. രാജനായിരുന്നു. 10,000-കണക്കിന് നഴ്സുമാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ സർക്കാരിന് വഴങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം സൂചിപ്പിച്ചു. നിങ്ങളുടെ ഒരു മുടിനാരിഴ പോലും പറിക്കാൻ ഒരു ആശുപത്രി മുതലാളിക്കും ധൈര്യം ഉണ്ടാവില്ല എന്ന് UNA നേതാവ് ജാസ്മിൻ ഷാ പ്രഖ്യാപിച്ചപ്പോൾ ഗ്രൗണ്ട് ഒന്നടങ്കം ഇരമ്പി. മാധ്യമങ്ങൾ അർഹമായ പ്രാധാന്യം നൽകിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നഴ്സിംഗ് ലോകം തങ്ങളുടെ കരുത്ത് കാണിച്ചു. കേരള ചരിത്രത്തിൽ ഒരു തൊഴിൽ സംഘടന നടത്തുന്ന ഏറ്റവും വലിയ ശക്തി പ്രകടനമായി തൃശൂർ സമ്മേളനം മാറിക്കഴിഞ്ഞു. വെറും 10 ദിവസത്തെ പ്ലാനിങ്ങിലൂടെ 10,000 പേരെ അണിനിരത്തുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അസാധ്യമായ കാര്യമാണ്. എന്നാൽ പങ്കെടുത്തവരിൽ 90% 3 വർഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയ ന്യൂജൻ കുട്ടികളായിരുന്നു. ഇതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തങ്ങളെ ആർക്കും അടിച്ചമർത്താൻ കഴിയില്ലെന്നും പഴയ പോലെ തന്നെ തുച്ഛമായ ശമ്പളത്തിൽ ജീവിതം ഹോമിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകിയത്. ആശുപത്രി മാനേജ്മെന്റുകൾ ഭീഷണിപ്പെടുത്തിയിട്ടും കിലോമീറ്ററുകൾ താണ്ടി തൃശൂരിലേക്ക് ഒഴുകിയെത്തിയ മാലാഖമാർക്ക് മുന്നിൽ പോലീസും പകച്ചു നിന്നു. 8 വർഷമായിട്ടും നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല. 2018 നിശ്ചയിച്ച 20,000 രൂപ കൊണ്ട് ഇന്ന് ജീവിക്കാനാവില്ലെന്ന് ഇവർ ഉറച്ചു പറയുന്നു. ശമ്പള വർധനവ് പ്രഖ്യാപിക്കുമെന്ന് ജനുവരി 28-ന് ഉറപ്പു നൽകിയ സർക്കാർ പിന്നീട് കള്ളക്കളി നടത്തുകയാണ്. പഴയ ശമ്പളത്തിന്റെ തുച്ഛമായ ശതമാനം കൂട്ടി നഴ്സുമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കത്തെ തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് UNA നേതാവ് ജാസ്മിൻ ഷാ മുന്നറിയിപ്പ് നൽകി.